ഹേ ഗായ്സ്, സോ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ നിർത്തിയിരുന്നത് ഞാൻ ഓസ്ട്രേലിയയിൽ കാങ്കറൂസിൻ്റെ അടുത്തെത്തി. അങ്ങനെ കാങ്കറൂസിനെയൊക്കെ കണ്ടു. നമ്മുടെ നാട്ടിൽ കങ്കാരു എന്നാണ് പറയാറ്, അവിടെ കാങ്കറു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടൂംബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. എനിക്ക് ലാസ്റ്റ് ഷോ ടൂംബയിൽ വെച്ചിട്ടാണ്. സോ ഇന്ന് അവിടെ ചെന്ന് പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോവുകയാണ്. ബ്രിസ്ബെയിനെ കാട്ടി കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ പ്ലാൻസും കുറച്ച് വീടുകൾ ആസിനൊരു കാസിൽ പോലത്തെയൊക്കെ കുറേ വീടുകളൊക്കെ കാണാൻ പറ്റി. കുറച്ച് വലിയ വലിയ ബിൽഡിങ്സും ഞാനിവിടെ കണ്ടു. ഇതെനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി കോളേജോ സ്കൂളോ എന്താണ്, കോളേജാണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ അവിടുത്തെ പാർക്കിൽ കൊണ്ടുപോയി. അവിടെ ഫുൾ ഫ്ലവേഴ്സ് ഇപ്പം വിരിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. കാരണം ഞങ്ങളിപ്പോൾ അവിടെ ചെന്ന സമയം കറക്റ്റ് ടൈമാണ്, സ്പ്രിങ് ടൈമിലാണ് ഞങ്ങൾ ചെന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഫ്ലവേഴ്സൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര ടോൾ ട്രീസ് ആയിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും, വലിയ വലിയ മരങ്ങളാണ്. പിന്നെ കുറേ കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ പാർക്ക് കാണാൻ. പിന്നെ അതേ കുറേ ഷിറ്റ്സു പപ്പീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസിനെത്തി. ഇവരും ഇതുപോലെ ഓൺലൈനായിട്ട് നോക്കി പഠിച്ചിട്ട് എന്താ പറയുക, എല്ലാം പക്കയായിട്ട് പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് ഫോർമേഷൻസ് മാത്രം ഇട്ട് കൊടുത്തു. എനിക്ക് ടോസ്റ്റ് ചെയ്ത് ഇഷ്ടമല്ല, സോഫ്റ്റ് ഇഷ്ടം. ഞാൻ ഓവനിൽ വെച്ചിട്ട് സോഫ്റ്റ് ആക്കിയത്. സോ ഇന്ന് എനിക്ക് വേറൊരു ഷോ ഉണ്ട്, നാളെയും ഉണ്ട് ഷോ. അപ്പോൾ ഇന്നത്തെ ഷോയ്ക്ക് ഞാൻ അധികം ഹെവി ആയിട്ടൊന്നും കഴിക്കണ്ട, ഫ്രൂട്ട് സലാഡ് മാത്രം കഴിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ കസ്റ്റാർഡ്, അവിടെ റെഡിമെയ്ഡായിട്ട് കസ്റ്റാർഡ് കിട്ടും. സോ കസ്റ്റാർഡ് ഫ്രൂട്ട്സ് അരിഞ്ഞ് കസ്റ്റാർഡ് മേലെ ഒഴിച്ച് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഈ കസ്റ്റാർഡ് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചേനെ, പക്ഷെ വാങ്ങിക്കാൻ പറ്റിയില്ല. നമ്മൾ സെക്കൻഡ് പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുക. റെഡി. ഇന്ന് അനീന ചേച്ചിയും അന്നുക്കുട്ടിയും നിന്റെ കൂടെ പെർഫോം ചെയ്യുവാണ്. ജോക്കുട്ടൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ആർ യു റെഡി ഫോർ ദാറ്റ്? എന്താടാ യെസ് എന്ന് പറ. ഓക്കെ. ഇവിടെയാണ് ഞങ്ങളുടെ പരിപാടി നടക്കുന്ന. സിറ്റി ഹോപ്പ് സെൻറ്ററിലാണ്, ചേർച്ചിലാണ്. സോ നിഷാദേട്ടാ നമസ്കാരം. നിഷാദേട്ടനാണ് ഞങ്ങളുടെ എല്ലാ പെട്ടിയും അൺലോഡ് ചെയ്യുന്ന ആൾ. കമോണ്ട്രാ. അതെ, കീർത്തനയുടെ പെട്ടി ഇറങ്ങുമ്പോൾ ചേട്ടന് നടു ഒടിഞ്ഞ് നിൽക്കും. ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റേജ്. റോബിൻ ചേട്ടൻ റെഡിയാണ് ഗൈസ്. ഓൾ സെറ്റ് അല്ലേ? പൊളിക്ക് നമ്മളിന്ന്. വെന്യൂ നൈസ്, നല്ല രസമുണ്ട്. അപ്പം നിങ്ങൾ റെഡി അല്ലേ? ഓൾ സെറ്റ് അല്ലേ? നമ്മളിന്ന് പൊളിക്കുമല്ലോ അല്ലേ? ഓൾ സെറ്റ്. നമ്മളപ്പോൾ കളിക്കാൻ പോവാണ്. എന്താ, ഇവരിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വന്നതാ. ഇനി പോയി റെഡിയായി സുന്ദരികളായിട്ട് തിരിച്ചു വരും. ഓക്കെ. നയന ജോസഫ് പാട്ടിന്റെയും നൃത്തത്തിന്റെയും പാരായണത്തിനായി ഇവിടെ എല്ലാ കലാകാരന്മാരും ഒരുങ്ങി തകർത്തോ ഞങ്ങള്? ഞാനൊരു കഴിഞ്ഞ കോവിഡിന് ശേഷം ഇതുപോലൊരു പ്രോഗ്രാം കണ്ടിട്ട് പോലും. ഓ നിഷാദേട്ടാ ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി. സെറ്റ് അല്ലേ പരിപാടി? എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. അനീന ചേച്ചി കളിച്ചതിൽ ഹാപ്പി അല്ലേ? അടിച്ചു. മായ ചേച്ചി ഷോനെ പറ്റി 2 വാക്ക്.
അടിപൊളി. നമ്മളെല്ലാരും അടിപൊളിയായി കളിച്ചു. താങ്ക് യു. സൂപ്പർ ചേട്ടാ, അടിപൊളി, നല്ല പരിപാടി. ഇഷ്ടപ്പെട്ടോ? ആ യെസ് പറയണം. താങ്ക് യു. ജോക്കുട്ട എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? ഇവിടെ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും. കുട്ടികളാണെങ്കിലും പേരൻസ് ആണെങ്കിലും തുണി അലക്കുന്നത്, തുണി മടക്കുന്നത്, പിന്നെ പാത്രം കഴുകുന്നത്, കുക്ക് ചെയ്യുന്നത് എല്ലാവരും ഈക്വലി ഡിവൈഡ് ചെയ്താണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഷോപ്പിങ്ങിന് പോവാണ്. ഇന്ന് അവിടുത്തെ ഒരു മോളിലോട്ടായിരുന്നു പോകുന്നത്. സോ അവിടെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് ചോക്ലേറ്റ് കേക്കൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ. പക്ഷേ ലിമിറ്റഡ് ടൈം ആയിരുന്നു. പക്ഷേ അവിടുന്ന് കുറേ സാധനങ്ങൾ ഞാൻ ട്രൈ ചെയ്തു, കുറേ ഫുഡ് ഐറ്റംസ്. ഞാനതിവിടെ കാണിക്കാം. നമ്മളിത് സൂഷിയും പിന്നെ ഗ്രിൽഡ് സാൽമൺ, സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടേ ഇല്ല. പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഇത് ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ സ്ലൈസസ് എല്ലാം കൂടെ ചേർത്തിട്ട്. പിന്നെ ബർഗറും ഭയങ്കര യമ്മായിരുന്നു. പിന്നെ ഒരു സാധനം ഇതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. എന്തോ ചട്സ്കൂട്സ്കി അങ്ങനെ എന്തോ ഒരു സാധനമാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതൊരു മാഗി മസാലേൻ്റെ റൈസും, റൈസിൽ ലൈക്ക് ചിക്കൻ്റെ ഗ്രേവി തന്നെ റൈസ് ഇങ്ങനെ ഇട്ട് തിളപ്പിച്ചൊരു കഴിക്കുന്ന സംഭവമായിരുന്നു. പിന്നെ ഇവിടെ കുറേ ചൈനീസ് ഡിഷസും അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. അതൊന്നും പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ധനുഷിനെ കാണാൻ ഓസ്ട്രേലിയ വരെ എത്തി ഗൈസ്. ഇത് കീർത്തന. പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക. അതൊരു വലിയ ചുമതലയാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് മൊത്തം ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ, അതിന് ഡാൻസ് കോസ്റ്റ്യൂംസ് ഇങ്ങനെ നിരത്തി ഞാൻ വലിച്ചു വാരിയിട്ടിരിക്കുക. ഇത് കണ്ടോ, ഇവിടുത്തെ പല പല ബാഗിലും കവറിലും. ഇതൊക്കെ എനിക്കിനി ഒറ്റ പെട്ടിയിലാക്കണം. സ്റ്റാർട്ട് ചെയ്യാം. അതെ, ഹാപ്പി ബർത്ത്ഡേ അപ്പച്ചാ. നമ്മളിന്ന് ബാർബിക്യൂയിങ് ആണ് ഇവിടെ. സോസേജും ചിക്കനും ഒക്കെ. പൊട്ടാറ്റോ, ഇത് പൊട്ടാറ്റോ ആണോ മധുരക്കിഴങ്ങാണോ? സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട്. ഓ ഓ സൂപ്പർ. ചേട്ടനാണോ ഇന്ന് കുക്ക് ചെയ്യുന്നത്? അപ്പച്ചൻ്റെ ബർത്ത്ഡേ. ഇവിടുത്തെ ചോക്ലേറ്റ് കേക്ക് ഒരു രക്ഷയില്ല. ഇനി നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടി. പൊട്ടാറ്റോ ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ ഗ്രിൽഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ ഗ്രില്ല് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത്. പിന്നെ സോസേജ്, ചിക്കൻ, അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ അറ്റ് ഓസ്ട്രേലിയ ആണ്. പെട്ടെന്ന് പോയി. നാളെ രാവിലെ നമ്മൾ ഫ്ലൈറ്റ് കയറും. സോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഷോ ആണ്. ഇന്ന് ടൂംബയിൽ വെച്ചിട്ടാണ്. സോ നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞങ്ങൾക്ക് ഇന്നലെ ഗിഫ്റ്റൊക്കെ കിട്ടി ചേട്ടൻ്റെ ചേച്ചിയുടെ നിന്നൊക്കെ. സോ നമ്മളിപ്പോൾ വേറൊരു ഫാമിലി നമുക്ക് ട്രീറ്റ് തരാം. അപ്പം അവിടെ പോയി കഴിക്കാൻ പോവാം. കഴിച്ചിട്ട് മെയിൻ അതെ, എനിക്കിപ്പോൾ നോക്കിയപ്പോൾ വെയിറ്റ് 50 കിലോഗ്രാം ഉണ്ടായിരുന്നു. സോ കൂടിയിട്ടുണ്ട് കഴിച്ച് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ ടൂംബയിലേക്ക് പോകുന്നു, പരിപാടി ചെയ്യുന്നു, പിന്നെ എയർപോർട്ടിലേക്ക് പോകുന്നു. അതെ, we are off to Toowoomba. Full packed.
റെഡി സെറ്റ്. ഞങ്ങളങ്ങനെ റെഡിയായി കളിക്കാൻ നിൽക്കുമ്പോൾ ഉണ്ട് ഒരു വലിയ സംഭവം സംഭവിച്ചു. ഞങ്ങൾ കളിക്കാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് ഒരു വലിയ സൗണ്ട്, ഫയർ അലാറം ഇരുന്ന് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും പുറത്താക്കി, ഓഡിയൻസിനെയൊക്കെ പുറത്താക്കി. ഞങ്ങളോടൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എനിക്കാകെ ആകെ ടെൻഷൻ, ഈശ്വര ഇനി മരിച്ചുവോ, ഇവിടെ തീപിടുത്തം വരുമോ, എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഫയർ അലാറം അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എല്ലാവരും പുറത്ത് പോയി സൈഡിലോട്ട് അങ്ങ് മാറി നിൽക്കണം. എന്നിട്ട് പോലീസ് വന്നാൽ മാത്രമേ, പോലീസും ഫയർഫോഴ്സ് ഫയർ എഞ്ചിനൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചിനി അകത്ത് കയറാൻ പറ്റൂ, അവർ ചെക്ക് ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങളൊരു 10 to 30 മിനിറ്റ്സോളം പുറത്ത് നിന്നു. അപ്പോൾ അതേ പോലീസൊക്കെ വന്നിട്ട് ഫുൾ അകത്ത് കയറി ചെക്ക് ചെയ്തു. എന്നാലും ഇതെനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പുറത്താക്കിയിട്ട്. അതെങ്ങനെയാണ് ഫയർ അലാറം അടിച്ച്, എനിക്ക് തോന്നുന്നു ആദ്യം സ്മോക്ക് ഇൻഡ്യൂഷൻ അങ്ങനെ എന്തോ സാധനം ചെയ്യണമായിരുന്നു. ബട്ട് ഇവരത് ചെയ്തില്ല. അതുകൊണ്ടായിരുന്നു. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ബാക്ക് ടു പ്രാക്ടീസ്. അതെ, ഇവർ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി പരിപാടി പിന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് പരിപാടി അടിപൊളിയായിട്ട് നടന്നു. ഞാൻ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ പാക്ക് ചെയ്തത് ഗേൾസും ഹെൽപ്പ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് വീടെത്തി. ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.